അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ നിങ്ങൾക്ക് ബാപ്പാനെ ഇഷ്ടമുണ്ടായാൽ, ഉമ്മാനെ ഇഷ്ടമുണ്ടായാൽ ഫതറബ്ബസു, കാത്തിരുന്നോളി ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹിന്റെ ശിക്ഷ വരുന്നതിന്. അപ്പൊ ബാപ്പ ഇവിടെ ഒന്നുമല്ല. നിങ്ങൾ ബാപ്പാനെ മാത്രം നോക്കിയാൽ പോലെ, നിങ്ങൾ ആദ്യം നോക്കണം. നബി നോക്കണം. ലോക്കൽ വർത്താനം അല്ല ഇവിടെ പറഞ്ഞേ. നിങ്ങൾ ബാപ്പാനെ സ്നേഹിച്ചാൽ, ഞാൻ ഇപ്പം നിങ്ങളോട് ബാപ്പാനെയും മാനെ സ്നേഹിക്കാൻ പറഞ്ഞു നിങ്ങൾക്കാണ് സ്നേഹമായി. ആരോട്? ബാപ്പനോടും. കാത്തിരുന്നോളി. അപ്പം ഇന്ന് മനസ്സിലാവുന്നത് ബാപ്പയും ഉമ്മയും അവിടെ ഒന്നുമല്ല. ആരിലേക്ക് ചേർത്താൻ? സുലൈഖിലേക്ക് ചേർത്താൻ. എന്താണ് മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ട്? ഈ ബാപ്പ ഉണ്ടാകാൻ കാരണം നബിയാണ്, ഈ ഉമ്മ ഉണ്ടാകാൻ കാരണം നബിയാണ്, ഉമ്മാൻ്റെ ഗർഭപാത്രം ഉണ്ടാകാൻ കാരണം നബിയാണ്, ഒരിക്കലും ഭൂമി ഉണ്ടാകാൻ കാരണം നബിയാണ്, ഈ മണ്ണും വിണ്ണും ഉണ്ടാകാൻ കാരണം ആരാണ്? അത് മനസ്സിലാക്കില്ല മൂമിൻ്റെ ഉത്തരവാദിത്വം. അപ്പൊ അവിടെ കാരണക്കാരൻ ആരാണ്? അപ്പൊ ആ രാത്രി ഒരു അല്ലാഹു അക്ബർ ചൊല്ലിയാ പോലെ അജ്ജ് ഇടക്കിടക്ക് എന്ത് ചെയ്യണം? സ്വലാത്തിലാണ്. ഞങ്ങൾ ഇത് എനിക്ക് കിട്ടിയല്ലോ, മനസ്സിലായില്ലേ? ചിന്തിക്ക്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൽബിയത്ത് 3 തൽബിയത്ത് ചൊല്ലിയാൽ ബാധ്യതയാണ് എന്തെല്ലാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം. നോക്കി നിങ്ങൾ അല്ലെങ്കിൽ അപ്പുറത്ത് കിടക്കരുത്. തൽബിയത്തില്ല സ്വലാത്തില്ല. സ്വലാത്തിന് സ്ഥലം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനുൽ മുഹമ്മദിയ എന്നത് പ്രസക്തമാകാത്ത ഒരു റമളാൻ ഉണ്ടാവില്ല. ഏറ്റവും പ്രസക്തമാണ്. അതൊരു മർമ്മമാണ്. അതൊരു മാന്യം നമ്മൾ ആഴം കണ്ടെത്തുക. ആ കണ്ടെത്തിയവർക്കൊക്കെ വിജയം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മുൻഗാമികളെ നോമ്പ് നമ്മുടെ നോമ്പ് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു ഊഷരമായ നോമ്പാണ്. ഒരു പശ എത്തിയിട്ടില്ല. പശല്ല നമ്മുടെ നോമ്പിന്. എന്തുകൊണ്ട്? നോമ്പിൻ്റെ രഹസ്യത്തെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല. നോമ്പിൻ്റെ രഹസ്യം എന്നാൽ അത് കണ്ടെത്തണം. മുൻഗാമികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താണ്? അത് ഹബീബ നബിയാണ്. അപ്പം അവർ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, മങ്കൂസ് മൗലൂദ് ഓതാത്ത ഒരു മഗ്രിബ് ഇന്ത്യ വല്യപ്പകില്ല. അല്ലെങ്കിൽ തറാവീന് പോകുമ്പോൾ വേറെ എവിടെയെങ്കിലും നോമ്പറക്കാൻ പോയിട്ട് നിറയെ വരികയാണെങ്കിൽ പള്ളിയൊക്കെ പോയി തിരിച്ചു വന്നത് മങ്കൂസ് ഓതും. പള്ളിയിലും തറാവീ തുടങ്ങിയ മങ്കൂസ് ഓത്ത് നടക്കും. അതാത് മങ്കൂസ് മൗലൂദ് ഇതൊക്കെ സ്ഥിരമായിരുന്നു പള്ളിയിൽ. കാരണം ഇതിൻ്റെയൊക്കെ മർമ്മം ആരാണ്? ഹബീബ നബിയാണ്. റമളാൻ അല്ലാഹു തആല മുത്തുനബി കൊടുത്തതാണ്. അപ്പം നിനക്ക് കിട്ടിയത് മുത്തുനബിന്നാ. ഖുർആനല്ലേ അതിൻ്റെ മാസം. ഖുർആനും അല്ലാഹു മുത്തുനബി കൊടുത്തതാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിത്ലി. അപ്പോൾ ഖുർആൻ അല്ലാഹു തആല ഹബീബ നബി കൊടുത്തതാണ്. അപ്പോൾ ഖുർആൻ നിനക്കെന്നല്ല, ഹബീബ നബി കൊടുത്താണ്. അപ്പോൾ ഹബീബായ നബി നിനക്കെന്നതാണ്. അപ്പോൾ യഥാർത്ഥ ഉടമക്കാരൻ ആരാ? ഞാൻ നിങ്ങൾക്ക് തന്ന ഖുർആൻ എന്നല്ല അള്ളാഹു പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു ദാസന് കൊടുത്ത ഖുർആൻ. പിന്നെ ആ ദാസന്റെ റഹ്മത്തോണ്ട് നിനക്ക് കിട്ടിയതാണ്. അത് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാഹു തആല അൽഹംദുലില്ലാഹി ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ, ആ അബ്ദിന് കൊടുത്തതാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, അബ്ദിന് കൊടുത്തതാണ്. ആ അബ്ദി മക്കളാണ്. അപ്പം നമ്മളിപ്പോൾ താങ്ങി പിടിച്ച് പറയാം റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസമല്ലേ. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണെങ്കിലും മങ്കൂസ് മൗലൂദ് വിടാൻ പാടില്ല. കാരണം ഖുർആൻ ആർക്ക് കൊടുത്താണ്? റസൂലുള്ളാഹിക്ക് കൊടുത്താണ്. റസൂലുള്ളാഹിക്ക് ഞാൻ കിട്ടിയാണ്. ഞാൻ നന്ദി അറിയാം. മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ല. മനുഷ്യരോട് നന്ദി ചെയ്യാത്തവർ അള്ളാഹിനോട് നന്ദി ചെയ്തിട്ട് കാര്യമില്ല. ലാ യുഖ്ബലു ശുക്റുല്ലാഹി ഇല്ലാ മഅ ശുക്രിൽ വാലിദൈനി. ഉമ്മാക്കും ബാപ്പാക്കും നന്ദി ചെയ്യാതെ അള്ളാഹ്ക്ക് ചെയ്ത നന്ദി അള്ളാഹ് സ്വീകരിക്കൂല. അപ്പം അള്ളല്ലേ അടിസ്ഥാനം. അതെ, പക്ഷെ നിനക്ക് അള്ളാഹിനെ കിട്ടിയത് ഈ എന്ന സൃഷ്ടി ഉണ്ടായിട്ടല്ലേ. അതിൻ്റെ കാരണക്കാരൻ ആരാണല്ലോ? മേവാപ്പയല്ലേ. എങ്കിൽ ആ അമ്മാക്കും അമ്മ ഉണ്ടാകാനൊരു കാരണമുണ്ട്, ആ വാപ്പ ഉണ്ടാകാനൊരു കാരണമുണ്ട്, ഈ ഭൂമി ഉണ്ടാകാനൊരു കാരണമുണ്ട്, ഈ അന്തരീക്ഷം ഉണ്ടാകാനൊരു കാരണമുണ്ട്. അതാരാണ്? അള്ളാഹിൻ്റെ ഹബീബാണ്. അപ്പം അതിനേക്കാളും വലിയ കാരണം ഹബീബ നബിയാണ്. അപ്പം ഉമ്മാനേക്കാളും ബാധ്യത ആരോടാണ്? റസൂലുള്ളാഹിനോടാണ്. ബാപ്പാനേക്കാളും ബാധ്യത ഹബീബ നബിയാണ്. കുല്ലിൻ ആബാവുക്കും പറഞ്ഞില്ലേ, നിങ്ങളെ ബാപ്പമാര് വരെ നിങ്ങൾക്ക് റസൂലുള്ളാഹിനേക്കാൾ വില ഉണ്ടെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. ഏതാ സൂറത്ത് മോനെ? തൗബ എടുത്ത് ആയത്തെടുക്ക്. നമ്മൾ റഫീഖാജിൻ്റെ മോനാണ്, നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. കുല്ലിൻ ആബാവുക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലിൻ ഇഖ്തറഫ്തുമുഹാ
വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. ഖുൽ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക ജനങ്ങൾക്ക്, ഇൻകാന ആബാഉക്കും നിങ്ങളുടെ ബാപ്പമാരും ഉമ്മമാരും ആയാൽ, വ ഇഖ്വാനുക്കും വ അബ്നാഉക്കും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കായാൽ, വ ഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾക്കായാൽ, വ അസ്വാജുക്കും നിങ്ങളുടെ ഇണകൾ നിങ്ങൾക്കായാൽ, വ അശീറത്തുക്കും നിങ്ങളുടെ കുടുംബം നിങ്ങൾക്കായാലും, അംവാലും ഇഖ്തറഫ്തുഹുമാ നിങ്ങൾ അധ്വാനിച്ച് പണം നിങ്ങൾക്ക് ആയാലും, തിജാറത്തുൻ തഖ്ശൗന കസാദഹാ നഷ്ടം വരുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ മഹത്തായ കച്ചവടം, ആ കച്ചവടം നിങ്ങൾക്കായാലും, മസാകിന തർളൗനഹാ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കയറ്റി താമസിക്കുന്ന വീട് നിങ്ങൾക്കായാൽ, അഹബ്ബ സ്നേഹപ്പെട്ടതായാൽ, ആരെക്കാൾ മിനല്ലാഹി വറസൂലി അള്ളാഹിനോടും റസൂലിനോടുമുള്ളതിനേക്കാൾ നിങ്ങൾക്ക് സ്നേഹമുണ്ടായാൽ, ഫതറബ്ബസു നിങ്ങൾ കാത്തിരുന്നോളി ഹത്താ യഅതി അല്ലാഹു ബിഅംരി അള്ളാഹിന്റെ ശിക്ഷ വരുന്നതിന്. ഇപ്പൊ ഇവിടെ അല്ലാഹു തആല എന്താ പറഞ്ഞേ? ഇതേ അള്ളാഹിന്റെ കൽപ്പനയാണ്. എന്ത് കൽപ്പന? വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു. എന്താണ് മനുഷ്യന്മാർ ഇത് പഠിക്കാത്തത്? വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. എൻ്റെ അമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യേണ്ടത് എവിടെ ഉണ്ട്? അതേ ഖുർആനിലുണ്ട്. ലാ തുഖ്ബലു ഇതാഅത്തുല്ലാഹി ഇല്ലാ മഅ ഇതാഅത്തിൽ വാലിദൈനി. ഇസ്ലാമിന്റെ പറഞ്ഞത് ഉമ്മാക്കും ബാപ്പാക്കും വഴിപ്പെടാതെ അള്ളാഹ് വഴിപ്പെട്ടാൽ സ്വീകരിക്കില്ല എന്ന് മുസ്തഫാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ ആളാണ് ആര്? മോനെ അമ്മയും ബാപ്പയും. അതേ അമ്മാനെയും ബാപ്പാ നിങ്ങൾ റസൂലുള്ളാഹിനേക്കാൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ ശിക്ഷ വരുന്ന കാത്തിരുന്നോളീ. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു നോക്ക്. ആദ്യം ബാപ്പാനെത്തിക്കോ. ബാപ്പാനെയും ഉമ്മാനെയും നമ്മൾ സ്നേഹം കുറച്ചാൽ അള്ളാഹിന്റെ ശിക്ഷ വരും. ആണോ അല്ലേ? ഉറപ്പല്ലേ? അള്ളാഹു തആല നിസ്കരിച്ചാൽ സ്വീകരിക്കൂല. ലാ തുഖ്ബലു ഇതാഅത്തുല്ലാഹി ഇല്ലാ മഅ ഇതാഅത്തിൽ വാലിദൈനി. ഉമ്മാക്കും ബാപ്പാക്കും വഴിപ്പെടാതെ അള്ളാഹ്ക്ക് വഴിപ്പെട്ടാൽ അള്ളാഹു തആല നിസ്കാരം നോമ്പും സ്വീകരിക്കുക. അത്രയും വലിയ സ്ഥാനമാണ് ആർക്കുള്ളത്? തൗഹീദിന് തൊട്ടടുത്താണ് ആ ആയത്ത് പറയുന്നത്. വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യണം, അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും വലിയ സ്ഥാനമാണ് ആർക്കുള്ളത്. അത് പിന്നെ പറയണത് എന്താ? എന്നാലും നബിനെ നിങ്ങൾ നോക്കണം കേട്ടോ എന്നല്ല പറയണത്. അങ്ങനെയാണെങ്കിൽ ലോക്കൽ വർത്താനാണ്. നിങ്ങൾ ഉമ്മാനെയും ബാപ്പാനെയും മാത്രം നോക്കിയാൽ പോരെ, നിങ്ങൾ നബിനെ നോക്കണം കേട്ടോ, കുട്ടികളെ, ജനങ്ങളെ, എൻ്റെ അടിമകളെ എന്ന് പറയുകയാണെങ്കിൽ അത് സാധാരണ വർത്താന. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങളെ ബാപ്പമാര് അഹബ്ബ ഇലൈക്കും, നിങ്ങളെ ബാപ്പയും അമ്മയും അഹബ്ബ ഇലൈക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരായി. ആരെക്കാൾ? മിനല്ലാഹി വറസൂലി അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായാൽ. അള്ളാഹാണ്. ഓക്കെ, റസൂലിനെ അവിടെ പറ്റിയല്ലോ. മിനല്ലാഹി റസൂലി അള്ളാഹ് റസൂലിനേക്കാൾ നിങ്ങൾക്ക് ബാപ്പാനെ ഇഷ്ടമുണ്ടായാൽ, ഉമ്മാനെ ഇഷ്ടമുണ്ടായാൽ, ഫതറബ്ബസു കാത്തിരുന്നോളി ഹത്താ യഅതി അല്ലാഹു ബിഅംരി അള്ളാഹിന്റെ ശിക്ഷ വരുന്നതിന്. അപ്പൊ ബാപ്പ ഇവിടെ ഒന്നുമല്ല. നിങ്ങൾ ബാപ്പാനെ മാത്രം നോക്കിയാൽ പോരെ, നിങ്ങൾ ആരെയും നോക്കണം. നബി നോക്കണം. ലോക്കൽ വർത്താനം എല്ലാം ഇവിടെ പറഞ്ഞേ. നിങ്ങൾ ബാപ്പാനെ സ്നേഹിച്ചാൽ, ഞാൻ ഇപ്പം നിങ്ങളോട് ബാപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കാൻ പറഞ്ഞ് നിങ്ങൾക്കാണ് സ്നേഹമായി. ആരോട്? അവനോട്. കാത്തിരുന്നോളി. അപ്പൊ ഇന്ന് മനസ്സിലാവുന്നത് ബാപ്പയും ഉമ്മയും അവിടെ ഒന്നുമല്ല. ആരിലേക്ക് ചേർത്താൽ? ചേർത്താൽ എന്താണ് മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ട്? ഈ ബാപ്പ ഉണ്ടാകാൻ കാരണം നബിയാണ്, ഈ ഉമ്മ ഉണ്ടാകാൻ കാരണം നബിയാണ്, ഉമ്മാന്റെ ഗർഭപാത്രം ഉണ്ടാകാൻ കാരണം നബിയാണ്, ഒരിക്കലും ഭൂമി ഉണ്ടാകാൻ കാരണം നബിയാണ്, ഈ മണ്ണും വിണ്ണും ഉണ്ടാകാൻ കാരണം ആരാണ്? അത് മനസ്സിലാക്കില്ല മൂമിൻ്റെ ഉത്തരവാദിത്വം. അത് മനസ്സിലാക്കിയ മൂമിനായി. അത് മനസ്സിലാക്കണം. അത് ഭയങ്കര വർത്താനല്ലേ ഈ പറഞ്ഞത്. അള്ളാഹിനോട് റസൂലിനെ നിങ്ങൾ ഭയപ്പെടുന്നതിനേക്കാൾ നൂലല്ല. ഭയപ്പെടൽ രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം സ്നേഹമാണ്. തിരിഞ്ഞിട്ട് നിങ്ങൾ അൽഷാറിലിരുന്നാലേ ഞാൻ പറയുള്ളൂ. ബേസില്ലേ? പറ്റ കുറക്കണ്ട, ചൂടുള്ള വിഷയങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഒരൊറ്റ കിതാബാണ് ഈ പറയണൊക്കെ. നിങ്ങൾ തൗഹീദ് പറഞ്ഞാൽ ഉടനെ ഉമ്മയും ബാപ്പി. എന്നിട്ട് പിന്നെ അതേ ഖുർആനിൽ ബഹുമാനപ്പെട്ട തൗബയുടെ 24-ാമത്തെ ആയത്ത്. ഈ ആയത്ത് അല്ലാഹ് പറയുന്ന വർത്താനം എന്താണെന്നറിയോ? വല്ലാഹു ലാ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. തമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. ഇവിടെ ആരാ തമ്മാടി? കള്ളുടിച്ചോനോ? ഇവിടെ കള്ളുടി പറഞ്ഞോ? ഇവിടെ ആരുടെ? ഇവിടെ തമ്മാടി. ഉമ്മാനി ബാപ്പനെ സ്നേഹിച്ചോ തമ്മാടി? ഇവിടെ വ്യഭിചാരം പറഞ്ഞോ? ഇവിടെ കട്ടെടുക്കൽ പറഞ്ഞോ? ഇവിടെ പലിശ പറഞ്ഞോ? വല്ലാഹു ലാ യഹ്ദിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി അല്ലാഹുവിന്റെ ശിക്ഷ വരുന്ന കാത്തിരുന്നോളി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇത്തരം തമ്മാടികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. എത്ര തമ്മാടികൾക്ക്? ഉമ്മാനി ബാപ്പനെ സ്നേഹിച്ചവർക്ക്. അപ്പൊ ഓൻ തമ്മാടിയാണ്, ഓൻ വലിയ മുഅ്മിനുമാണ്. അപ്പൊ ഇത് എപ്പോഴും പഠിക്കുമ്പോൾ പൂർത്തിയാക്കി പഠിക്കണം.
മേർ പായണ്ട എന്തുമ്മ ജാര് പിന്നാലെ പാഞ്ഞോ? റസൂലുള്ളാഹിനെ അമ്മയും ബാപ്പയാക്കിയാൽ അതിന് അവസാനമല്ല, ഈ ഉമ്മാക്കും ബാപ്പാക്കും അവസാനമുണ്ട്. അതിന് അവസാനമല്ല അന്ത ഉമ്മുന അബു, നിങ്ങൾ തന്നെ ഞങ്ങളമ്മ, നിങ്ങളെങ്ങനെയാ ബാപ്പ മാറ അതിനാ ഫീമ മിസലൗസിക്ക. നിങ്ങൾ ചെയ്തത് ആ രണ്ട് മനുഷ്യൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇവിടെ ആരെ പൊന്തിച്ച്? റസൂലുള്ളാഹിനെ ഇവര് ഒന്നുമല്ലേ നമുക്ക്. ഇപ്പൊ ആരായി? മുഅ്മിനായി, മറ്റേ ഫാസിഖായി. മനസ്സിലായില്ല കുട്ടികളെ? ഇത് ചിന്തിക്ക്. അപ്പൊ നിന്റെ മർമ്മം ആരാണ്? ഇത് റമളാൻ എന്ത് റമളാൻ? ഞങ്ങൾ ഈ റമളാനിന്റെ ഉള്ളിൽ ആരെ കണ്ടെത്തണം? ഇജ്ജ് നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ കണ്ടെത്തണം, ഇജ്ജ് നോമ്പ് എടുക്കുമ്പോൾ റസൂലുള്ളാഹിനെ കണ്ടെത്തണം, ഇജ്ജ് ഹജ്ജ് ചെയ്യുമ്പോൾ റസൂലുള്ളാഹിനെ കണ്ടെത്തണം. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി പോന്നാ പോരാ. അവിടെ ഉംറയും സർവീസും ഒന്നുമില്ല. അനക്ക് കഴിയുമെങ്കിൽ കൂടുതൽ മദീനയെ കുത്തിരുന്നോ. കാരണം എൻ്റെ ഈമാനിൻ്റെ അടിസ്ഥാനം മക്കയല്ല, പിന്നെന്താണ്? മദീന ഉണ്ടായിട്ട് മക്കയാകുമ്പോൾ അടിസ്ഥാനവും രണ്ടടിസ്ഥാനം ഉണ്ട്, മദീനയും മക്കയും. നമ്മൾ മദീനയിൽ നിന്ന് മക്കത്ത് കൊന്നതാണ്, മക്കയിൽ നിന്ന് മദീനക്ക് പോയതല്ല. ആണോ? ഒരു സ്വഹാബിയും മക്കയിൽ നിന്ന് മദീനയിൽ പോയതല്ല, പിന്നെ മദീന മക്കത്ത് കൊന്നതാണ്. പറഞ്ഞതിന് അർത്ഥങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഞാൻ ബാഹ്യാർത്ഥം എടുക്കണ്ട. പറഞ്ഞ അർത്ഥം അവരൊക്കെ ആരെ കണ്ടു വന്നതാണ്? മക്കൻ്റെ ചുരുക്കണ്ട് വന്നതല്ല, കാബ അന്നോടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആരെ ചുരുക്കേണ്ടതാ? മുഹമ്മദ് എന്ന മനുഷ്യനെ ചുരുക്കണ്ട് വന്ന അവര്. ആ ചുരുക്കിന് അവസാനമില്ല. അപ്പൊ നീ ഒരു മുസ്ലിമാണ് എങ്കിൽ ആരെയാണ് കണ്ടെത്തേണ്ടത്? അതിന് അവസാനിക്കൂല. ആയുസ് മുഴുവനും സഞ്ചാരം അവസാനിക്കൂല. ഉമ്മാക്കും ബാപ്പാക്കും നമുക്ക് എന്ത് ചെയ്തു കൊടുത്താലും തീരില്ലല്ലോ. എങ്കിൽ അതിൻ്റെ മേലല്ലേ ആര്? ഉമ്മാക്കും ഉമ്മാനെയും ബാപ്പാനെയും കരുതി പിന്നെ ജോലി നിർത്തിയിട്ട് ഇവിടേക്ക് പോകുന്നു. പിന്നെ പട്ടിണിയാണെങ്കിലും ഉമ്മാക്ക് വയസ്സായി, ഞാനൊരു ജോലി ഒഴിവാക്കി പോകുന്നു. വലിയ ജോലി ഒഴിവാക്കി പോകുന്ന ആൾ എന്നോട് കണ്ടിട്ടുണ്ട്. ഉമ്മാനെയും ബാപ്പാനെയും പോകുന്നു. മനസ്സിലാണ്ട് പറഞ്ഞത്? ചിന്തിക്ക്. ഇപ്പൊ കോട്ടക്കൽ ഒരു കച്ചവടക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ ഈ അടുത്ത ദിവസം ഞാൻ കണ്ടു. അയാളെ ഒരു ഇന്റർവ്യൂ അയാൾ പറയുകയാണ്, എന്തെന്നറിയോ, എൻ്റെ ഉമ്മാനെയും ബാപ്പാനെയും, ബാപ്പ എന്നാ തോന്നുന്നത്, ബാപ്പ എന്നാ പറഞ്ഞു തോന്നുന്നത്, ആ ബ്രിഡ്കോ ഹംസ സാഹിബ് ഉമ്മനെയാ പറഞ്ഞത്. ഉമ്മനെ നോക്കിയാൽ ഞാൻ പിന്നെ എല്ലാം ഒഴിവാക്കിയിട്ട് പോകുന്നു. ഇത് ഉമ്മാൻ്റെ പിന്നാലെ കൂടി പിന്നെ വിഷമം കാര്യമായി, പട്ടിണി പരിവട്ടമായി, വലിയ ബുദ്ധിമുട്ടൊക്കെ ആയി. എന്നാൽ ഹംസക്കല്ലേ ഒരു പാട്ടുണ്ട്, ആ മനുഷ്യൻ പറഞ്ഞൊരു പാട്ടുണ്ട്. ഞാനതൊരാൾ എനിക്ക് അയച്ചു, ഞാൻ ഫുള്ള് കേട്ടു. അത് പാട്ടുണ്ട്. അപ്പം അയാൾ പറയാണ്, എൻ്റെ ഉമ്മാനെ സ്നേഹിച്ച പൊരുത്താണ് ഈ കണ്ണത്. ഇവന്ന് കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ബിസിനസ്മാൻമാരിൽപ്പെട്ട ഒരാളാണ് ആര്? ബ്രിഡ്കോ ഹംസ സാഹിബ്. വലിയ എവിടുന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഉമ്മാനെ പോറ്റി. ഉമ്മാനെ തന്നെയല്ലേ പറഞ്ഞ പോലെ? ഉമ്മാനെ പോറ്റി. അപ്പൊ ഉമ്മാക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും എങ്കിൽ ഈ ആയത്തർത്ഥം വെക്ക്. ഈ ആയത്തിനർത്ഥം വെക്ക് കുട്ടി. കുല്ലിൻകാന ആബാവുക്കും വ അബ്നാവുക്കും വ ഇഖ്വാനുക്കും وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله. മനസ്സിലായില്ലേ പറഞ്ഞത്? വജിഹാദിൻ ഫീ സബീലി അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫസബർജ തമ്മാടി. അപ്പം ഉമ്മാനെ സ്നേഹിച്ചാൽ തമ്മാടിയായി. ആരെക്കാൾ സ്നേഹിച്ചാൽ സന്മാർക്കനുസരിച്ച്. അപ്പം ഇപ്പോൾ അവിടെ ഇപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ ജോലി മറ്റൊക്കെ ഒഴിവാക്കി പോരും. ആർക്ക് വേണ്ടി? ഉമ്മക്ക് വേണ്ടി. എങ്കിൽ അതിനേക്കാൾ ഒഴിവാക്കണ്ടല്ലേ? ആർക്ക് വേണ്ടി? സ്വലാക്ക് വേണ്ടി. ഭയപ്പെടലും സ്നേഹം രണ്ടേങ്ങായി. ഭയപ്പെടൽ രണ്ടാം കാര്യമാണ്, ഒന്നാം കാര്യമല്ല. ഇപ്പം ബാപ്പൊരു കാര്യം പറഞ്ഞു, നമ്മൾ ചിലപ്പോൾ അതിന് ഭയപ്പെടില്ല. അതേസമയം ബാപ്പനെ ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെ ഉണ്ടായി കൂടെ. നിങ്ങൾ കേവലം ഭയപ്പെടലല്ല എന്ത് സ്നേഹം. ബാപ്പാൻ്റെ കയ്യിൽ കൈ വെച്ച് നീ സിനിമക്കൂലെന്ന് പറയാം, നീ സിനിമക്ക് പോകില്ലാന്ന് പറയാ, തൊള്ളം തുറന്ന് പറയാ, സിനിമക്ക് ഇനി പോകില്ലാന്ന് പറയാം. അപ്പോൾ എന്ത് പറഞ്ഞു? സിനിമക്ക് പോകില്ല, പോവില്ല. 2 കൊടുത്തും ചെയ്ത് സിനിമക്ക് പോയി വന്ന് ചെക്കന്മാരപ്പം തിരിച്ചു വന്നപ്പോൾ അണ്ണാക്കി 2 കൊടുത്തും ചെയ്ത് എന്ത് നീ സിനിമക്കൂലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. തൊള്ളക്കണം പറയാതെ ഉള്ളുകയാണ് കയറ്റൂല. 2 അടിയും കൊടുത്തു. അപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ സിനിമക്കൂലപ്പം ചെയ്യാറ്. ഈ തല്ല് കിട്ടുന്ന ഒരു വലിയ ദേഷ്യമുണ്ട് ബാപ്പാനോട്. കാരണം ബാപ്പാനോട് അത്രയും ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമക്ക് പോയിൻ്റെ ആളിൽ കുത്തിരിക്കുമ്പോൾ വരെ അവൻ ആലോചിക്കുന്നുണ്ടാവും, ഉപ്പാക്ക് ഇഷ്ടമില്ലല്ലോ. പക്ഷേ ഇപ്പം ഞാനാണ് വിട്ടുപോയി. അവൻ്റെ ഷഹുവത്ത് കാരണമാണ് അവൻ സിനിമ കാണുന്നത്. അപ്പോൾ അവിടെ എതിരാണ് അവൻ ആർക്ക് ചെയ്യണത്? മോനെ ആർക്ക് ബാപ്പാക്ക് ചെയ്യണ എതിരാണ്.
അവനെ ചങ്ങായിമാർ കൂട്ടിക്കൊണ്ടെന്നതാണ്. സിനിമൻ്റെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തുതരാം, ചിലവൊക്കെ ഞങ്ങളെ വക. ഇറങ്ങിപ്പോരുമ്പോൾ നല്ല ബിരിയാണി വാങ്ങിത്തരാം. അപ്പോൾ എല്ലാ അയ്യത്ത് കഥായും കൂടിയും കേട്ടപ്പോൾ ഞാൻ പെട്ടുവരാണ്. അതേ ഒരുത്തൻ ഈ സിനിമ കണ്ടുകൊണ്ട് പോണിൻ്റെയോ വരുന്നതിൻ്റെയോ ഇരിക്കണിനിടയിൽ ഓൻ്റെ വാപ്പ, എൻ്റെ വാപ്പ ഞാൻ അരക്കൈക്ക് പറ്റുക തൊണ്ണടക്കി കൊടുക്കൂല. അന്നത്തെ ബിരിയാണിയൊക്കെ ഇമ്മ പോവും ചെയ്യും. മനസ്സിലായില്ല. തല്ലലൊക്കെ പിന്നെ ഞങ്ങൾ ചിലവാക്കിയ പൈസ ഉണ്ടായിരുന്നു, ആ പൈസ ഒക്കെ വെച്ച് കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഓലെ നമ്മൾ തീരുമാനമായി ഇനി ഓനെ ഒരു ബിരിയാണി കിട്ടൂല. പക്ഷെ അതൊന്നും വിഷയമല്ല. ഓന് ഇപ്പം ചെയ്യണത് ആർക്കെതിരാണ്? ബാപ്പാക്ക്. പക്ഷെ ബാപ്പാനുള്ള സ്നേഹം ഒരു വർത്തനമുണ്ടാ. എൻ്റെ ബാപ്പാനെ ഞാൻ അരക്കൈക്ക് പറ്റോന്ന് പറ്റൂലല്ലടാ എന്ന് പറഞ്ഞോട് കൂടെ ആ തൊണ്ണടക്കി കൊടുക്കൂല അടി. കാരണം ഇവൻ സ്നേഹമാണ് ആരോട്? ബാപ്പ. ചങ്ങാതിയ ഈ ഇത്തായത്തും സ്നേഹം രണ്ടാ. ഇത്തായത്ത് ചിലപ്പോൾ ഷഹ്വത്ത് കൊണ്ട് മുടങ്ങും, സ്നേഹം മുടങ്ങൂല. അതാണ് മഹബത്ത് അവിടെ പറഞ്ഞത്. ഇംതിസാലല്ല, വൈപ്പെടലല്ല. എൻ്റെ കുട്ടിയൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ പറഞ്ഞത് ഇംതിസാലല്ല. ഇംതിസാലാണ് കൽപ്പനക്ക് വൈപ്പെടൽ. കൽപ്പനക്ക് വൈപ്പെടൽ വലിയ കാര്യമല്ലേ? 100% വലിയ കാര്യമാണ്. പക്ഷെ അതിൻ്റെയും അപ്പുറമാണ് എന്ത്? സ്നേഹം, മഹബത്ത്. മനസ്സിലാണ് പറഞ്ഞത്. ചിന്തിക്ക്. സുബൈൻ്റെ മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞ് സുബൈ നിസ്കരിച്ച് എൻ്റെ ബാക്കിൽ നിന്ന് സുബൈ നിസ്കരിച്ച് എല്ലാം ആകണമെന്ന് നബി പഠിപ്പിച്ചതാണ്. അതേ നബി തന്നെ എന്നോട് പെണ്ണുങ്ങൾ വന്ന് പറയും, ഇയാൾ സുബൈക്ക് എണീക്കൂല നബി. ഞാനങ്ങോട്ട് കുടുങ്ങാണ് ഈ മനുഷ്യനെ കൊണ്ട്. ഇയാൾ നബിയുടെ സ്വന്തം ആളുമാണ്. മനസ്സിലായില്ല? ഒരു സഹാബിയെ പറ്റി ഭാര്യ വന്ന് നബിയോട് പറയാണ്, എന്ത് നബിയെ, ഇന്നഹുലനു ഉമുനിയ റസൂലുള്ളാഹ്. അപ്പം അല്ലാത്തൊരു ഉറക്കം തന്നെയാണ് ഈ മനുഷ്യൻ. ഉറങ്ങിയാൽ പിന്നെ ഒരു അന്തമുണ്ടാവില്ല. ഞാനങ്ങോട്ട് വിളിച്ചിട്ട് കുടുങ്ങും. എന്തിന്? അപ്പം റസൂലുള്ളാഹ് പറഞ്ഞ ഇത്തായത്തിൽ അയാൾക്ക് കമ്മിയുണ്ട്. അയാൾക്ക് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് നേരത്തെ തന്നെ കൊടിയും പടിയെടുത്ത് പള്ളിയേക്കൊന്നും അയാൾ പോണ ആളല്ല. പക്ഷെ അയാൾ ആരാളാണ്? സ്വന്തം ആൾ. ഭയങ്കര റസൂലുള്ളാഹ് എന്ന ആൾ മരിക്കുകയാണ്. അവിടെ ഇത്തായത്തും സ്നേഹം രണ്ടാണ് കുട്ടികളെ. എല്ലാം കൂടി ഒപ്പിച്ചേലർ കൊണ്ടുപോകാൻ ഈ സിദ്ദീഖുൽ അക്ബറിനെ പോലെ. അവർക്ക് ഇത്തായത്ത് കൂടുതലാണ്, സ്നേഹം കൂടുതലാണ്. ചില ആളുകൾക്ക് ഇത്തായത്ത് കമ്മി ഉണ്ടാവും. ഒരു സ്വഹാബി വ്യഭിചരിച്ച കാര്യം ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ അവിടെ ഇത്തായത്തിലല്ലല്ലോ ആ വ്യക്തി. പക്ഷെ ആ വ്യക്തി കഴിഞ്ഞപ്പോൾ തന്നെ റസൂലുള്ളാഹിക്ക് അയാളെ കാരണം എന്താ? മഹബത്ത്. എന്റെ നബിക്കാനെതിരെ ചെയ്യാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ റസൂലുള്ളാഹിനെ മറന്നുപോയി. പിന്നെ നബിന്റെ കാൽക്കൽ പോയി വീഴാണ്. അപ്പൊ അവിടെ ഇത്തായത്തിൽ കമ്മിയുണ്ട്. പറയും മനസ്സിലായില്ല കുട്ടികളെ? ഇത്തായത്ത് എന്തേ അയാൾ ചെയ്തത്? വ്യഭിചാരം. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അയാൾ ഓടാണ് ആരെ മുന്നിൽ? നബി എന്നെ എറിഞ്ഞു കൊല്ലി, നിങ്ങൾ എന്നെ കൊന്നളി, നിങ്ങൾ പറഞ്ഞ് ഞാൻ എതിര് ചെയ്തില്ലേ, എന്നെ കൊല്ലും വേഗം. എന്തേ നബിന്റെ മുന്നിൽ കൊല്ലാൻ പറയാൻ അയാൾക്ക് തോന്നാനുള്ള കാരണം എന്താ? മഹബത്ത്. ആരോട്? അല്ലാഹു റസൂലിനെതിരെ ഞാൻ ചെയ്തു പോയി. അതാണടാ ഇർത്തക്കബത്തു. പഠിച്ച് മനസ്സിലാക്കണം. അതാണ് ഇർത്തക്കബത്തു, അതാണ് മർമ്മം. എൻ്റെ റസൂലുള്ളാഹിനെ എതിരെ പോയി. ലാസ്റ്റ് അവിടേക്ക് വരുന്നുണ്ട്, നാളെയായിട്ട് പറയും. റസൂലുള്ളാഹിനെ കണ്ടെത്തണം. എന്തിനും റസൂലുള്ളാഹിനെ കണ്ടെത്തണം. അള്ളാഹുവിൻ്റെ അവിടെയാണ് ഒരു മൂമിന. അപ്പോഴേക്കും മൂമിനാവുന്നത് റസൂലുള്ളാഹി. അതാണ് മുൻഗാമി. എത്ര കമ്മിയാണെങ്കിലും അവർ റസൂലുള്ളാഹിനെ വിട്ട് കളിക്കൂല. അത് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ഭുതം. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അവർക്ക് സംഭവം. ഉറക്കെ പറ, മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഇഷ്ടം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക. അത് വളരെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് മനസ്സിലാക്കണം. അവരേത് റസൂലുള്ളാഹിനെ മുണ്ടിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയ കാലത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത്രേ, ഒരു ഭക്ഷണം തളികയിൽ വെക്കും. ഭക്ഷണം തളികയിൽ വെച്ചിട്ട് ഇങ്ങനെ പല തളികയിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കല്യാണത്തിനും മറ്റത്തിനൊക്കെ അങ്ങനെ ചില മജ്‌ലിസുകൾ ഒക്കെ കഴിഞ്ഞാൽ ഭക്ഷണം വെക്കും. അപ്പോൾ ഭക്ഷണം വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ? ആളെ അന്വേഷിക്കും. മുഹമ്മദ് എന്ന് പേരുള്ളവരൊക്കെ മുന്നോട്ട് വരി. എന്നിട്ട് ഓരോ മുഹമ്മദിനെ പിടിച്ച് ഒരു ഭക്ഷണം തളികയിലെത്തും. മറ്റേ മുഹമ്മദിനെ പക്ഷേ ഇബാറക് ഫി മാഇദത്തിൻ അലിഹ മുഹമ്മദ് അലിഹ ഇസ്മു മുഹമ്മദ് അലിഹ മൻ ഇസ്മുഹു മുഹമ്മദ്. മുഹമ്മദിന് പേരുള്ള ഒരാൾ ഒരു സുപ്രയിലുണ്ടെങ്കിൽ ആ സുപ്രയിൽ ബറക്കത്തുണ്ടാവും. അപ്പോൾ സുപ്രക്ക് തളിക വെക്കുന്ന നേരത്തെ എന്ത് ചെയ്യും? ഇങ്ങനെ തപ്പും. ആ മുഹമ്മദ് അല്ലേ ഇവിടെ നിങ്ങളവിടെ ആ സുപ്രയിൽ ബറക്കത്തുണ്ടാവും. എന്തുകൊണ്ട്? അക്കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാളെ പേരെന്താ? അയാളുടെ കൈക്കൂട്ടത്തിന് ആളായിരിക്കും, അയാളോട് ഭക്ഷണം വെക്കുന്ന ആളായിരിക്കും. പക്ഷെ പേരെന്താ? ഇസ്മു മുഹമ്മദ്. അത് സ്നേഹ. അപ്പം നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു വീട്ടിലെ കുട്ടിണ്ടായാൽ ആദ്യത്തെ കുട്ടിക്ക് മുഹമ്മദ്,
ബാപ്പാൻ്റെ പേര് മുഹമ്മദ്. ഗസാലി ഇമാമിൻ്റെ പേരെന്താ? മുഹമ്മദ് ബിൻ മുഹമ്മദ്. മനസ്സിലായില്ല? ഗസാലി ഇമാമിൻ്റെ പേരെന്താ? മുഹമ്മദ്. ബാപ്പാൻ്റെ പേരെന്താ? മുഹമ്മദ്. മുഹമ്മദ് ബിൻ മുഹമ്മദ്. മനസ്സിലായില്ല? ഈ വ്യക്തിയുടെ പേര് മുഹമ്മദ്, ബാപ്പാൻ്റെ പേര് മുഹമ്മദ്. മുഹമ്മദ് ബിൻ മുഹമ്മദ്. ബാപ്പാക്കിൻ്റെ പേര് മുഹമ്മദ്. എന്തുകൊണ്ട്? ബാപ്പാൻ്റെ ബാപ്പാൻ്റെ പേരിലൊരു മുഹമ്മദ് ഉണ്ടാകാൻ വേണ്ടി പേര് വെച്ചതാണ്. ആ ബാപ്പ പിന്നെ ഒരു കുട്ടീനായപ്പോൾ ആ കുട്ടിക്ക് എന്ത് പേര് വെച്ചു? മുഹമ്മദ്. മുഹമ്മദ് ബിൻ മുഹമ്മദ്. അപ്പൊ ഏത് പേരിൽ എന്തുണ്ടാവും? ഒരു മുഹമ്മദ് ആണെങ്കിൽ അടുത്ത അഹമ്മദ്, മുഹമ്മദ് അഹമ്മദ്. ചിലപ്പോൾ ചില വീട്ടിൽ 2 മുഹമ്മദ് ഉണ്ടാവും. ഇപ്പം എനിക്ക് 2 കുട്ടികൾ മുഹമ്മദാണ്. എനിക്ക് 2 കുട്ടികൾ മുഹമ്മദാണ്. എൻ്റെ ആദ്യത്തെ ആൺകുട്ടിയുടെ പേര് മുഹമ്മദാണ്. പിന്നെ 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 രണ്ടാമത്തെ കുട്ടി മുഹമ്മദ് ഹാഷിം, രണ്ടാമത്തെ കുട്ടി മുഹമ്മദ്, മൂന്നാമത്തെ കുട്ടി അഹമ്മദ്. ആദ്യത്തെ ആൺകുട്ടി മുഹമ്മദാണ്, രണ്ടാമത്തെ ആൺകുട്ടി മുഹമ്മദാണ്, മൂന്നാമത്തെ ആൺകുട്ടി അഹമ്മദാണ്. ഒക്കെ റസൂലാണ്. കാരണം ഇതൊക്കെ നമുക്ക് കിട്ടുന്നതിൻ്റെ ആധാരമാണ് ആര്? അല്ലാഹുവിൻ്റെ ഹബീബ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റസൂലിനേക്കാൾ ഒരാളെയും സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ സ്നേഹിച്ചാലും നിങ്ങൾക്ക് എന്ത് നിസ്കാരം ഉണ്ടായിട്ടും കാര്യമല്ല, നിങ്ങൾ മാമ്മനെയും ബാപ്പാനെയും പോറ്റിയിട്ടും കാര്യമല്ല. ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അല്ലാഹുവിൻ്റെ ശിക്ഷ വരുന്നത് കാത്തിരുന്നോളി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അത്തരം തമ്മാടികൾക്ക് അല്ലാഹു തആല എത്ര ഈദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് 600 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ഏത് നിസ്കാരത്തിനും ഒരു റക്അത്തിൽ എന്താ അല്ലാഹുവോട് പറയുന്നത്? അല്ലാഹുവേ എനിക്ക് ഹിദായത്ത് തരണേ. എൻ്റെ റസൂലിനേക്കാൾ ഒരാളെ സ്നേഹിച്ചാൽ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ദിവസം 10,000 പാത്തിയൊന്നും കാര്യമില്ല, നിനക്ക് അല്ലാഹു തആല ഹിദായത്ത് തരൂല എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? അത് മനസ്സിലാക്കണം. അതിന് അപ്പം ആ റസൂൽ നമ്മളെ ലൈഫ് മൊത്തം റസൂലായിരിക്കണം. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെവിടെ അതെന്നെ കണ്ട റമളാൻ. എന്താ നമുക്ക് റമളാൻ? റസൂലുള്ളാഹിക്ക് ഖുർആൻ കിട്ടിയ കാലം. ഇത് റസൂലുള്ളാഹിന്റെ കിതാബാണ്. അപ്പം സന്തോഷം. ഇത് എൻ്റെ കിതാബല്ല, ഇതാരുടെ കിതാബാണ്? അപ്പം എൻ്റെ കിതാബാണ്, റസൂലിൻ്റെ അല്ലേ, അവൻ്റെ തന്നെയാണ്. മനസ്സിലായില്ല? എൻ്റെ ബാപ്പ ഓതിയ മുസാഫിർ ചോദിക്കുമ്പോൾ എൻ്റെ മുസാഫിർ വാങ്ങിട്ടല്ല, ഇപ്പം ചോദ്യതാണ്. ബാപ്പ മരിച്ചു, പിന്നെ അത് എല്ലാവരും കൂടി ഞാൻ എടുത്തോട്ടെ ആയിക്കോട്ടെ എല്ലാവരും സമ്മതിച്ചു. എൻ്റെ വീട്ടിൽ ഒരു തസ്മിമാലുണ്ട്, എൻ്റെ ഉമ്മ ചെയ്യുന്നതാണ്. അപ്പം അതിന് പിടിയും വലിയ ഉമ്മ ജസ്മിമാല. അപ്പം പെങ്ങന്മാർക്ക് വേണം, എൻ്റെ ഭാര്യയ്ക്ക് വേണം. അവസാനം അവരെല്ലാവരും സമ്മതിച്ച് എൻ്റെ ഭാര്യ കൊടുത്തു. ഇപ്പോൾ ഭാര്യൻ്റെ കയ്യിലാണ് ജസ്മിമാല. അതിൽ ആഗ്രഹമാണ് അതിൻ്റെ അമ്മയില്ല, അത്രയും നല്ല ആളുമായിരുന്നു. അപ്പം ഈ മുസാഫ് അപ്പം അങ്ങനെ വന്നു. അതിൻ്റെ ഒരു മാറ്റം ഇതിപ്പോൾ പടച്ചോനെ കലാമൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ആരെ കിതാബാണ്? റസൂലുള്ളാഹിന്റെ കിതാബാണ്. റസൂലുള്ളാഹിൻ്റെതാ. അവരിൻ്റെ ദിയത്ത് അവിടെ എങ്ങനെ കണക്ക്? ഇത് റസൂലുള്ളാഹിന്റെ കിതാബ്, റസൂലുള്ളാഹിൻ്റെ അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഉസ്താദ് ഞങ്ങളതല്ലേ? അങ്ങനെ ചിന്തിക്കുക. റസൂലിൻ്റെ അല്ലേ? റസൂലിൻ്റെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ തന്നെ, പക്ഷെ ഇതിൻ്റെതല്ല. ഇതാരതാണ്? അപ്പം റസൂലുള്ള ഇൻ്റെതായാലേ എനിക്കിതിൽ അർഹത ഉണ്ടാവുള്ളൂ. എനിക്ക് തിരിഞ്ഞില്ല. റസൂലുള്ള ഇൻ്റെതായാലേ. ഇപ്പം ഈ മാറി 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 വെച്ച് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഭാര്യ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ കുറ്റം അങ്ങനെ പറയൽ തുടങ്ങിയെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ എന്താ പറയുക? ജമാല പണി കൊണ്ടാ നീ കൊണ്ട് നടക്കണ്ട. അപ്പം എനിക്കിപ്പം ഉമ്മാക്കില്ലാത്ത കുറ്റമല്ലല്ലോ. അങ്ങനെ പറയുമല്ലേ? പറഞ്ഞൂടെ? പറയാം മനുഷ്യ, ചിന്തിക്ക്. അവിടെ തല കൊടുത്ത് അവിടെ ചിന്തിക്കണം. ഇപ്പോഴത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം കൂടിയിട്ടാണ്. ഇപ്പോൾ ഓളത് കൈവശം വെച്ച് എൻ്റെ ഉമ്മാൻ്റെ തസ്ബീഹ് ഇപ്പോൾ ഓളെ കയ്യിലാണ്. ഞാൻ ചിലപ്പോൾ അത് എടുക്കാറുണ്ട്, പക്ഷെ അപ്പം വീട്ടിൽ നിന്ന് ഓർമ്മപ്പെടുത്തും, അത് അങ്ങനെ തന്നെ കൊണ്ടുവരണം. അപ്പം ഞാൻ പലപ്പോൾ എൻ്റെ തസ്ബീഹ് കണ്ടില്ലെങ്കിൽ അത് എടുത്തു പോരും. പിന്നെ അവർ വാശി പിടിക്കും, എവിടെയും കൊണ്ടുപോയിട്ട് എനിക്ക് തന്നെ കൊണ്ടുവരണം. ഈ പറഞ്ഞോള് നീ ഉമ്മാൻ്റെ കുറ്റം അങ്ങനെ പറയാം, അങ്ങനെയൊന്നും പറയണ്ട. ഉമ്മാൻ്റെ ഏറ്റവും ചില കുറ്റമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണത് പെങ്ങൾ കേട്ടാൽ ആദ്യം എന്താ പറയുക? ജമ്മാരം കൊണ്ട ഇനി അതും കൊണ്ട് നടക്കണ്ട, അല്ല ഉമ്മ കുറ്റക്കാരത്തിൻ്റെ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അയിമോണ്ട് ജീവനസ് ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ? പറയാം എനിക്ക് ഇവനെ അർഹതല്ല എങ്കിൽ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നവരെ ചെവി കൊടുത്താൽ എനിക്ക് ഈ കിതാബിന് അർഹതയില്ല. ഒരു വഹാബിൻ്റെ വഴവിച്ച് കേട്ടാൽ വഹാബി അള്ളാഹ് റസൂലിന് വില കൊടുക്കാനല്ല അവനെ എടുക്കൂല. റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയും കാഫറാണെന്ന് പറയാൻ എത്ര പ്രസംഗം, എത്ര പുസ്തകമാണ് അവർക്കുള്ളത്. ഞാൻ ആദ്യം ചോദിക്കട്ടെ, എന്തോ ആട്ടെ, അതിൽ എനിക്കുള്ള ലാഭം എന്താ? ലാഭമാണ്.
ഞാൻ പ്രസംഗിക്കാ ഇജെന്ത് സലാമേ എൻ്റെ ബാപ്പനൊക്കെ എനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ അത് ഇകയത്തിലാണോ അല്ലേ? ആരെ ഇകയത്തിന്? സലാമിനെ. സലാമിൻ്റെ അമ്മയും ബാപ്പി മോശം പറഞ്ഞാൽ സലാമിനല്ലേ ഇകയത്ത്? റസൂലുള്ളാഹിന്റെ അമ്മയും ബാപ്പി മോശം എന്ന് പറഞ്ഞാൽ ആരുടെ ഇകയത്തിയ? ഒരിക്കലല്ല. കാഫറോ ഒരു മോമിനാ മനുഷ്യനത് പറയാൻ കഴിയില്ല. രേഖക്ക് എന്താ രേഖൻ്റെ അർത്ഥം എനിക്കറിയോ? അവിടെ അല്ലേ രേഖ, അവിടെ അല്ലേ രേഖ? എത്രമാണ് എനിക്ക് പറഞ്ഞത് മനസ്സിലായി? ചിന്തിക്ക്. അപ്പൊ കുറ്റം കണ്ടെത്തുക, അത് വാബിയത്തിന്റെ അടിസ്ഥാന റസൂലുള്ളാഹിനെ കുറ്റം കണ്ടെത്തലാണ്. എത്ര നിസ്കരിച്ച കാര്യമില്ല. റസൂലുള്ളാഹിന്റെ വളർത്തിയെടുത്ത് 7-8 വയസ്സായത് മുതൽ വളർത്തിയെടുത്ത കുട്ടിയാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ആ അലിയാരെ ഒരാൾ സ്നേഹിച്ചാൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കില്ല. അലിയാരെ കുറ്റം പറഞ്ഞാൽ റസൂലുള്ളാഹിനെ കുറ്റം പറയില്ല. കാരണം റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണത്തിനെ എന്നെ കൊണ്ടിരുന്ന ആളാണ് അലി. ഇവിടെ പിടിച്ച് ഒരാൾ അലിയാരെ കുറ്റം പറഞ്ഞപ്പോൾ ആരെയാളെന്ന് വിചാരിച്ച് ഇവിടെ പിടിച്ച് ഇവിടെ പൊന്തിച്ചു. മോനങ്ങനെ പിടിച്ചിട്ട് പൊന്തിച്ചു. ആരുടെ ചെറുതാക്കി റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗല. ഒരാൾക്ക് ഞാൻ നേതാവാണെങ്കിൽ അലിയും നേതാവായിരിക്കും. വമൻ ലം യകുൻ ലഹു അലിയുൻ മൗലൻ ഫലൈസ ബിമുഅ്മിനിൻ. ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ അവൻ ആരല്ല? മുഅ്മിനല്ല എന്ന് മുത്തുനബി പറഞ്ഞ എൻ്റെ ചെവിട്ട് കേട്ടതാണ്. ഞാൻ ആരുടെ ചെറുതാക്കി? ഇതാരാ ചോദിക്കണം? ആരത് ചോദിക്കണം? സയ്യിദ്ന. അതിൻ്റെ കാരണം ഇതിനെ എടുത്ത് വളർത്തിയ അത് ആരാണ്? റസൂലുള്ളാഹിയാണ്. അതിന് കുറ്റം കാണാൻ പാടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലല്ലേ ആണ് 100 വട്ടാണ്. പക്ഷെ ഈ ഒരു ബന്ധം ഒഴിവാക്കാൻ പാടില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് ഓരോന്നിനും മനസ്സിലാക്കും. അതിൻ്റെ പ്രാധാന്യമാണ് മനസ്സിലാകണ്ടേ. അതിൻ്റെ അർത്ഥം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറുതല്ല. സിദ്ദീഖ് വലിയ വലുത് തന്നെ. പക്ഷെ അതേ സമയത്ത് അലിയാരെ ബഹുമാനിക്കാത്തൊരു സിദ്ദീഖില്ല റളിയല്ലാഹു അൻഹു. അലിയാരെ മാത്രം പറയാത്തൊരു സിദ്ദീഖും ഇല്ല, ഒരു ഉമർ ഇബ്നുൽ ഖത്താബും ഇല്ല. ഒരു സദസ്സിൽ ഒരാൾ വഷളാക്കണം, ഒരു വാക്ക് പറഞ്ഞുപോയി, ഈ പള്ളയും വലുതാക്കി കുത്തിരിക്കണം, ഇയാളോട് ഫത്വയ്ക്കുകയാണ് പറഞ്ഞുപോയി ഒരാൾ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കുറച്ച് പള്ളയാണ്. അപ്പോൾ ഒരാൾ ഈ പള്ളേനെ അങ്ങനെ പറഞ്ഞുപോയി. ഒരാൾ ഒരു ഫത്വ ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഫത്വ ചോദിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ആരടുത്തേക്ക് അയച്ചു? അപ്പോൾ അള്ളി തന്നെ അലിയാരുണ്ട് റളിയല്ലാഹു അൻഹു. അലിയാരോട് ചോദിച്ചാളാണ്. അപ്പോൾ ചോദിച്ചു, ഈ പള്ള വലുതാക്കി കുത്തിരിക്കണം ഇയാളോട് വന്നു ദേഷ്യം വന്നു. ചിന്ത പറഞ്ഞു അങ്ങനെ വിളിച്ചു. ഒറ്റപ്പിടുത്തത്തിനും ഭൂമിയിൽ പൊന്തി. ആര് പിടിച്ചിട്ട്? മരണങ്ങൾക്ക് അറിയില്ലേ എന്താണ് വിചാരിച്ച്? ആരുടെ ചെറുതാക്കി? കാരണം അവിടെ നമ്മൾ ആരെയാണ് കാണുന്നത്? ഹബീബ റസൂലുള്ളാഹിനെ നല്ലോണം ചിന്തിക്കണം. ചിന്തിക്കന്നെ വേണം. അല്ലാഹു തആല ആ മഹാന്മാരായ സാദാത്തുക്കൾ, ഇന്നും ജീവിക്കുന്ന സാദാത്തുക്കളും ഒരു കാലിൻ്റെ രോമത്തിന് വരെ നമുക്കില്ല. നമ്മളെ സാമൂഹികമായ ചില തിന്മകൾ വിമർശിക്കുന്നത് സമൂഹം നേരെ നിലക്ക് പോകുകയാണ്. അവരെ കാലിൻ്റെ വിരലിൻ്റെ രോമത്തിന് വരെ നമുക്കില്ല. കാരണം അവരാരിലേക്ക് ചേർക്കപ്പെട്ടവരാണ്? പുണ്യ റസൂൽ മുസ്തഫ. വഹാബികളെ വിമർശിക്കുന്ന പോലെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചില സാമൂഹികമായ തിന്മകൾ വിമർശിക്കുന്നത് ഈ നിലക്ക് പോയാൽ അവരില്ലാതാകുമെന്ന് പേടിച്ചിട്ടാണ്. ഈ നിലക്ക് പോയാൽ അവർക്ക് സമൂഹം വില കൽപ്പിക്കില്ല എന്ന് ഭയപ്പെട്ടിട്ടാണ് ഈ നിലക്ക് പോയാൽ. അതാ പ്രശ്നം. രണ്ട് വിഷയമാണ്. അവരെ മാത്രം നിലനിൽക്കണം. അവർ മാത്രം നിലനിൽ ഉമ്മത്തിന് നിലപ്പില്ല. അല്ലാഹു തആല അവരുടെ ദർജയേറ്റി കൊടുക്കട്ടെ. 100 വട്ടം ഞാനിങ്ങൾ വിചാരിച്ച അല്ല. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് ഹബീബ നബിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി ബിൻ അബി ത്വാലിബിന് ഒരാൾ ഒരു കല്യാണം നടത്തി കൊടുക്കാമെന്ന് എന്നെ ഒരു ഗോത്രക്കാർ അലിയാരൊക്കെ ഞമ്മക്കൊന്ന് പുതിയാപ്പിളയാകട്ടെ അപ്പോൾ എന്ന് വിചാരിച്ച് കുറച്ച് ആളുകൾ ഉള്ളിൽ കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഓലെ തറവാട്ടത്തിൽപ്പെട്ട പെൺകുട്ടിനെ അലി ബിൻ അബി ത്വാലിബിന് കെട്ടിച്ചൊടുക്കാൻ വേണ്ടി ഉള്ളിൽ കൂടി കളിച്ചു. ഈ വിവരം ആരറിഞ്ഞു? റസൂൽ അറിഞ്ഞു. ഞാൻ പറഞ്ഞ വർത്താനം കേൾക്കണ്ടേ? അവിടെ പറഞ്ഞ വർത്താനം ഞാൻ എപ്പോഴും ആലോചിച്ചിരിക്കും. അന്ന് ഒരു ഭാര്യ മാത്രമേ ആർക്കുള്ളൂ? അലിയാർക്കുള്ളൂ. റസൂലുള്ളാഹിക്ക് ഇഷ്ടംപോലെ ഭാര്യമാരുണ്ട്. റസൂലുള്ളാഹി ഒന്നിനെ കെട്ടി വേറെയും കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് മദീന പള്ളിയിൽ നിന്ന് വേറെ പറയുന്നത് മൻ ആദാ ഫാത്തിമ ഫഖദ് ആദാനി വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്.
ഒരാൾ ഫാത്തിമാനെ ബുദ്ധിമുട്ടിച്ചത് ഇന്നെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? കെട്ടിച്ചെടുത്താൽ എൻ്റെ കഥ കഴിയും. 4 കെട്ടിന് ചായ്സുമാണ്. എന്താണ് ആദ്യത്തിൻ്റെ രസം? എന്താ വേണ്ടത്? ആദ്യത്തൊക്കെ ഓതുമ്പോൾ നമ്മൾ ചിരിച്ചു. കാരണം റസൂലുള്ള 4 പെണ്ണെട്ടാന്ന് ഖുർആനിലുണ്ട്, ഹദീസിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ഒരു ഗോത്രക്കാർ ആർക്കൊരു പെണ്ണൊട്ടിക്കാൻ തീരുമാനിച്ചു, അലിയാർക്കൊരു പെണ്ണൊട്ടിക്കാൻ തീരുമാനിച്ചു. അപ്പം ഒരു തെറ്റും ചെയ്തിട്ടില്ല. 4 പെണ്ണ് വരെ കെട്ടാലോ, അതിനൊക്കെയുള്ള ആരോഗ്യം ത്രാണി ആർക്കുണ്ട്? സയ്യിദുന അലിക്കുണ്ട് റളിയല്ലാഹു അൻഹു. പിന്നെ ഫാത്തിമാവി മരിച്ചിട്ട് കെട്ടലോട് കെട്ടിയിട്ടുണ്ട്. ഫാത്തിമാവി മരിച്ചപ്പോൾ പിന്നെ കെട്ടൽ തന്നെ ഇരുന്നു. എന്താ റസൂൽ പറഞ്ഞ വാക്കെന്താണ്? മൻ ആദാ ഫാത്തിമ ഫഖദ് ആദാനി. ഒരാൾ ഫാത്തിമാനെ ബുദ്ധിമുട്ടിച്ചാൽ ബുദ്ധിമുട്ടിച്ചത് തന്നെയാണ്. വമൻ ആദാനി ഫഖദ് ആദല്ലാഹ്. ഒരാൾ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ബുദ്ധിമുട്ടിച്ചത് അള്ളാഹനെയാണ്. അപ്പം അലിയാർക്ക് വേറെ പെണ്ണുട്ടിച്ചാൽ ബുദ്ധിമുട്ടിച്ച ആരെ? അള്ളാഹനെ. അവർക്ക് എത്തിയാലിപ്പോൾ കാര്യം മനസ്സിലായി. എന്തുകൊണ്ടത്? റസൂലുള്ളാഹിന്റെ അടിയിലുണ്ട്. റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടിച്ചാൽ പിന്നെ കഥ കഴിഞ്ഞ്. റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയാൽ അത് മതി, റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിച്ചാൽ അതും മതി. റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയാൽ സ്വർഗത്തിന് അത് മതി, റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിച്ചാൽ റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയാൽ സ്വർഗത്തിനും അത് മതി, റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിച്ചാൽ നരകത്തിനും അത് മതി. റസൂലുള്ളാഹിന്റെ വിഷയം അവിടെയാണ് വിഷയം. എൻ്റെ ഫാത്തിമ നിസ്കാരക്കാരത്തിയാണ്, അതുകൊണ്ട് വേറെ പെണ്ണാരും കെട്ടിച്ചു കൊടുക്കരുതേന്നല്ല. എൻ്റെ അടി ഞാനുണ്ട്. ഒക്കെ ഒരു ചക്കൊളത്തി വന്നാൽ എനിക്കൊരു വിഷമായി. പിന്നെ അലിയാർ ഒരു രാത്രി അവൾക്കും പോകുമല്ലോ, എൻ്റെ കുട്ടീൻ്റെ അടുത്ത് തന്നെ അലിയാർ ഉറങ്ങണം, അതെൻ്റെ സന്തോഷം. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൊരു ഭാര്യൻ്റെ അടുത്ത, നാളെ വേറെ ഭാര്യൻ്റെ അടുത്ത. മനസ്സിലാണ്ട് പറഞ്ഞു മുഅ്മിൻ, അതൊക്കെ സന്തോഷം. ഇവിടെ ഒരാൾ കുറ്റം നോക്കിയാൽ ഗഫറാവില്ലേ? ഇവിടെ ഒരാൾ കുറ്റം നോക്കിയാൽ എന്താ നബിക്ക് അങ്ങനെ എന്താ അലിയാർക്കട് കിട്ടിയ അങ്ങനെ ഒരാൾ കുറ്റം നോക്കിയാൽ ഓൻ ആരായി? പച്ചക്കാഫർ. അല്ലാഹുവിന്റെ റസൂൽ എന്താണ്? അതാണ് നമ്മൾ ചെയ്യുന്നത്. ആയത്തോതി എന്ത് വങ്കിയും ആ താപലൊക്കെ നിസായി ഓതട ആയത്ത്. ഇവിടെ ആയത്താണ് ഓതുക. എന്താ പറയുക? അലിയാർക്കട് പെണ്ണ് കിട്ടിയാൽ ഖുർആനിലില്ലേ? വങ്കിയും ആ താപലൊക്കെ നിസായി മസനാ എന്നൊക്കെ ഖുർആനിലില്ലേ? എന്താ പറഞ്ഞ കിട്ടിയാൽ എന്താ അലിയാർക്കട് പെണ്ണിട്ട് അങ്ങനെ പറഞ്ഞ ആയത്തോതി. ആയത്തും ശരിയാണ്, എൻ്റെ ചിന്തയും ശരിയാണ്. പക്ഷെ പുറത്തെത്തും ശരിയാവുമ്പോ മനസ്സിലായി. ഇപ്പം കുറ്റം കണ്ടു ആരില്? റസൂലുള്ളാഹിനെ കുറ്റം കണ്ട ആരായി? പക്ക കാഫിറായി. ബാധിച്ചത് ഹലാലാണ്. പക്ഷെ ഇവിടെ ഇടയിൽ ഒരാളെ വിഷമാക്കി ആരെ? റസൂലുള്ളാഹിക്ക് കുറ്റം കണ്ട കാഫിറായി. ഞാൻ എന്തായത്തിനെ ന്യായം കണ്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഇവിടെ മർമ്മ ഒരു ഒറ്റ മനുഷ്യനേ ഉള്ളൂ. അതാരാ? റസൂലുള്ളാഹി. അതെന്നെ കാര്യം. ചില ആളുകളുണ്ടല്ലോ ചില ആളുകളുണ്ട് പൊരി വെയിലത്തുനിന്നാണ്ട് ചില ആളുകൾ പൈസ വാങ്ങിപ്പോകും. ഒറ്റ പൊരി വെയിലത്തൊന്നും നിൽക്കൂല. ഓനപ്പുറത്ത് കള്ളും കുടിച്ച് കിടക്കേക്കാരും. എന്നാൽ എല്ലാവരും ഭാര്യയും തീർന്നതിൻ്റെ അവസാനം പിന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു മാത്രമല്ല, കൊടുത്തതൊക്കെ കത്ത് വാങ്ങും, പിന്നെ തട്ടിപ്പറിച്ചവും വാങ്ങും, അപ്പോഴും കൊടുക്കും. അത് ഇവിടെ എന്താണെന്നറിയാം, ഇവിടെ റസൂലാണ് മർമ്മം. നോമ്പല്ല മർമ്മം, റസൂലയാണ്. റമദാനല്ല മർമ്മം, റസൂലയാണ്. ഖുർആൻ മർമ്മമാണെങ്കിലും അത് റസൂലുള്ളാഹിന്റെ കിതാബാണ്. അവിടെ ഈ മർമ്മം ആരന്നെയാ? റസൂൽ തന്നെയാണ്. എൻ്റെ വാപ്പ പറഞ്ഞത് ചെയ്യണോനാണ് ആ പട്ടിയാണ്. പറയാത്ത ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ല? ഈ മുഅല്ലമായ കിൽബുണ്ട്, പഠിപ്പിച്ച നായ. ബാപ്പയൊക്കെ പഴയ കാലത്ത് വേട്ടക്കാരനാണ്. വേട്ട നായ്ക്കളുണ്ട്. വേട്ട നായി പിടിച്ചോന്ന് പറഞ്ഞാൽ പിടിച്ചോ, കടിക്കുമെന്ന് പറഞ്ഞാൽ കടിക്കും, പിടിച്ചോ കടിച്ചോ പിടിച്ച്. മനസ്സിലായില്ല? എൻ്റെ ബാപ്പ എന്നോടത് 1000 വട്ടമൊന്നും അല്ല പറഞ്ഞിട്ടുണ്ടാകുക, 1, 2, 10, 100 എന്നല്ല പറഞ്ഞിട്ടുണ്ടാകുക. എന്തെങ്കിലും കാര്യത്തിന് ബാപ്പ വിചാരിച്ച മാതിരി പറഞ്ഞത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വിചാരിച്ച ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ച് ചോദിക്കുമ്പോൾ ബാപ്പാനോട് നമ്മൾ പറയും, നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇപ്പേ. അപ്പോൾ ബാപ്പാന്റെ മറുപടിയാണ് പറഞ്ഞത് ചെയ്യുന്നവനാണ് ആ പട്ടിയാണ്. മനസ്സിലായി? പറയാത്തത് ചെയ്യലാണ് മനസ്സിലാണി, പറഞ്ഞു ചെയ്തില്ല. അപ്പൊ ഈ ഖുർആൻ നോക്കിയിട്ട് ഇങ്ങനെ ഇതല്ലടാ ചങ്ങായി എൻ്റെ പണി. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വരിയുണ്ട്, അത് കണ്ടെത്തണം. റസൂൽ നിങ്ങൾ ഇന്നെ പിടിച്ചോളിയൊന്നും പറയില്ല, അതിനെ കണ്ടം വേണം. അപ്പോഴാണ് കണ്ടം. ജിസബത്തുക്ക ബാങ്കാത്തുക്ക എന്ന് പറഞ്ഞാൽ ഓളെയും കൊണ്ട് സെക്കീനാനെയും കൊണ്ട് പോന്നാൽ അത് മതിയാവൂല. അത് പിന്നെ അന്ന് മുതൽ 2 ആൾ അടിമയായി. ആരെ? അമ്മോഷാക്കാൻ്റെ
അമ്മായിമാൻ്റെ നിങ്ങൾ നാളെ ഇങ്ങോട്ട് വരണം, പോകണം, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. നിനക്ക് കൈ പൈസ കിട്ടിയാൽ എൻ്റെ ബാപ്പ അമ്മോശാക്കോ അമ്മായി തുണി എടുത്തു കൊടുക്കും. എൻ്റെ ഒരു അമ്മോശാക്ക വലിയ മുതലാളിയായിരുന്നു, മരിക്കണ ഞാൻ എന്തെങ്കിലും ഒരു കൊല്ലത്തിൽ എന്തെങ്കിലും വസ്ത്രം എടുത്ത് കൊടുക്കും. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് ആവശ്യമില്ല, അയാൾ വലിയ കച്ചവടക്കാരനും പൈസക്കാരനും ഒക്കെ തന്നെയാണ്. എന്തുകൊണ്ട്? ഞാൻ മരണം വരെ എൻ്റെ അമ്മോശാക്ക ഒരു വസ്ത്രം എടുത്ത് കൊടുക്കും കൊല്ലത്തിൽ. എന്തുകൊണ്ട്? അയാൾക്കത് ആവശ്യമല്ല, പക്ഷെ അതേ സമയത്ത് അതിൻ്റെ ബാധ്യതയാണ്. കാരണം ഒരു പെണ്ണിനെ പോറ്റി വളർത്തി എൻ്റെ ഇഷ്ടാനിഷ്ടത്തിന് വിട്ടു എന്നതാണ്. അപ്പോൾ അയാളാ കഷ്ടപ്പെട്ട് ഞാൻ ലാഭക്കാരനാണ്. അവർ നന്ദി കാണിക്കണം. അത് നിക്കായിൽ പറഞ്ഞിട്ടില്ല. നിക്കായിൽ എന്താ പറഞ്ഞത്? ഇപ്പം ക്രിസ്ത്യാനികളെ നിക്കായിൽ എന്താ പറഞ്ഞത്? നീ ഉണ്ടാൽ അവളെ ഉണ്ണിക്കണം, നീ ധരിച്ചാൽ അവളെ ധരിപ്പിക്കണം, നീ കുടിച്ചാൽ അവളെ കുടിപ്പിക്കണം. അത് നമ്മൾ കുടിച്ചിട്ടില്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഏറി വന്നാൽ ഓളെ കുടിപ്പിക്കേണ്ട ബാധ്യതയുള്ളൂ, ആരെ കുടിപ്പിക്കേണ്ട ബാധ്യത ഇല്ല. എൻ്റെ അമ്മോശാക്ക ഇവിടെ വീട്ടിലുണ്ടാവും, ആ മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് എനിക്കിഷ്ടമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മോശാക്ക പോകണം എനിക്കിഷ്ടമില്ല. അയാൾക്ക് ചിലവർക്ക് എനിക്ക് ബാധ്യതയില്ലല്ലോ, പക്ഷേ അയാളാണ് വലിയ ആള്, ഞാനല്ല. ചിന്തിക്കണം. എൻ്റെ മകൻ ഇമാമത്തൊന്നും ഇവിടെ ഒരു കൂട്ടർക്ക്, അപ്പോൾ അവൻ ആരോ റമദാൻ മുഴുവൻ ഇമാമത്തേക്ക്, അപ്പോൾ ആരോ അവന് പൈസ കൊടുത്തു. അപ്പോൾ പൈസ കൊണ്ടുവന്നപ്പോൾ അവനോട് എന്ത് പറഞ്ഞു? ആദ്യം ഇപ്പം കൊണ്ടു കൊടുക്കുക, കാരണം ഇപ്പം ഉണ്ടായിട്ട് എൻ്റെ അമ്മ ഉണ്ടായത്, പിന്നെയാണോ ഞാൻ ഉണ്ടായത് പറഞ്ഞു. എൻ്റെ അങ്ങനെ തന്നെയല്ലേ. ഇതൊന്നും ഇപ്പം നിക്കായിൽ പറഞ്ഞിട്ടില്ല. നിക്കായിൽ പറഞ്ഞത് എന്താണ്? അപ്പം ഈ നിക്കായിൽ പറഞ്ഞ് മാത്രം നടത്തുന്ന പണിയല്ല എനിക്ക്. ഇതിൻ്റെ ഉള്ളിച്ച് കാണണം. നിങ്ങൾ നബിനെ പരിഗണിക്കണം കേട്ടോ. നബിക്ക് എന്നും സലാത്തിൻ്റെ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റമളാന്റെ അവസാനത്തിൽ അങ്ങനെ അല്ലെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അത് മാത്രം കേൾക്കണം പട്ടിയവും പറഞ്ഞു കേൾക്കണം പട്ടിന്നാണ്. അപ്പം ഈ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബു, അപ്പം ഈ റമളാന്റെ അവസാനത്തെ പത്തിൽ എനിക്ക് എന്തില്ല? സ്വലാത്ത് തന്നെയല്ല, ഉള്ള സ്വലാത്തൊക്കെ നിർത്തിച്ചു. ഇപ്പം ചാവും പകൽ എന്തില്ലാണ് പറയാം. മാപ്പ് ചെയ്ത് കിട്ടണമെങ്കിൽ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതാണ് കാര്യം പറഞ്ഞെന്ന് വളരെ അറിയാം. ഇതാണ് എനിക്ക് പറഞ്ഞെന്ന് റസൂലുള്ളാഹി. ഇനി മർമ്മൻ കിട്ടുന്നതാണ് അത് ചൊല്ലിക്കോന്ന് എനിക്ക് പറഞ്ഞു. തന്നെ അതാണല്ലോ, അതുകൊണ്ടാണല്ലോ എൻ്റെ വാതിൽ തുറന്നിട്ടുന്നത്. ഇതല്ല നിങ്ങൾ കണ്ടോക്കാൻ ചൊല്ലിക്കോളെന്ന് പറഞ്ഞാലും ഓരോ സമയത്ത് ഈ അലിബാബിന് 40 കള്ളന്മാരുടെ ഒരു കഥ ഉണ്ട്. എന്താ പറയുക മറ്റേ ഷെഹർസാദിൻ്റെ കഥയാണ്. അതിൽ പണ്ട് ഒരു ഇതുണ്ട്, ഈ ഒരു പാറൻ്റെ അടിയിലാണ് ഇവർ സ്വർണം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കോഡ് ഭാഷ പറയും. ആ കോഡ് പറഞ്ഞാൽ എന്താവും? പാറൻ തുറക്കും. ഷെഹർസാദിൻ്റെ കഥയാ. 1001 രാവുകൾ വായിച്ചവർക്ക് കൈപ്പൊക്കാം. നിങ്ങളൊക്കെ എന്തിനു പറ്റൂടാ? ഞാൻ 1001 രാവൊക്കെ എത്ര വട്ടം വായിച്ചു കണക്കില്ല. അങ്ങനെ കുട്ടിക്കാരുണ്ടായിരുന്നു. ഈ കണ്ടിയൊക്കെ വായിക്കും. 1001 രാവുകൾ ഷെഹർസാദിൻ്റെ കഥയാണ്. രാജാവിനെ വ്യഭിചരിക്കാതെ രാത്രി പറ്റൂല. അപ്പം മന്ത്രിയോട് പറഞ്ഞേക്കും പിന്നെ ഒരാളെ ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ. അങ്ങനെ നാടാകെ നടന്നത് ഒരു വൈകുന്നേരം മന്ത്രിക്ക് പെണ്ണിനെ കിട്ടില്ല. അപ്പോൾ വൈകുന്നേരമായ പെണ്ണിനെ കൊണ്ട് രാജകൊട്ടാരത്തിൽ പോകണം. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇരുന്നു ദുഃഖിച്ചിരുന്നു പാപ്പ. അപ്പോൾ മകൾ ചോദിച്ചു, യുവതിയായ കെട്ടിക്കാത്ത യൗവനയുക്തയായ മകൾ എന്തെങ്ങൾക്ക് ഒറ്റ ചോദിച്ചു. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പലവട്ടം പറഞ്ഞു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും നിങ്ങൾ പറയും എന്താ വിഷയം എന്ന് വെച്ചാൽ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ രാജാവിനെ വ്യഭിചരിക്കാൻ പെണ്ണിനെ കൊണ്ടേ കൊടുക്കണം. ഇന്നെനിക്ക് കിട്ടിയില്ല. മുമ്പ് ദേശം ഇവിടെ തലവിട്ട് പേടിച്ചിരിക്കുകയാണ്. നിങ്ങൾ വെച്ചാണ് നിന്നെ കൊണ്ടേ കളിഞ്ഞത്, നിന്നെ കൊണ്ടേ കൊടുക്കണം. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തൊടൂല, എനിക്കതിന് ഇവിടെ പറയും, നിങ്ങൾ എന്നെ കൊണ്ടേക്കുന്നത്. അങ്ങനെ മന്ത്രിയായ ബാപ്പ യൗവനയുക്തയായ മകളെ രാജാവിൻ്റെ ദർബാറിൽ കൊണ്ടയാക്കി, പ്രൈവറ്റ് മുറിയിൽ കൊണ്ടയാക്കി. അപ്പോൾ രാജാവിന് തോന്നിയാസം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഷെഹർസാദ് എന്ന ഈ പെൺകുട്ടിയുടെ പേര്, അവൾ പറഞ്ഞു, നമുക്ക് ഒരു കഥ പറയാറ്. ആ കഥയിൽ രാജാവ് കൊണ്ട് മുഴുക്കിപ്പോയി. നേരം പോലത്തെ അറിഞ്ഞില്ല, നാളെ ജനവാർ മനസ്സിലായ. അങ്ങനെ ഷെഹർസാദ് 1001 രാവുകൾ പറഞ്ഞു കൊടുത്ത കഥയാണ് എന്ത്? അൽഫു ലയാലിൻ വലൈല. പ്രശസ്തമായ കഥയാണ്. അപ്പൊ അതിൽപ്പെട്ട ഒരു കഥയാണ് എൻ്റെ അലിബാബി 40 കള്ളന്മാർ. അല്ലാതെ ഇവിടെ നമ്മളെ നാട്ടിലുണ്ടാക്കിയല്ല. അപ്പൊ അതിൽ പറയുന്ന ഒരു എന്തുണ്ട്, ഈ കള്ളന്മാർക്ക് ഒരു കോഡ് അറിയും. ആ കോഡ് കൊണ്ട് പറഞ്ഞാലേ എന്താവുള്ളൂ, പാറങ്ങനെ നീങ്ങും. അപ്പൊ സ്വർണ്ണ അതിൻ്റെ ഉള്ളിൽ കൊണ്ടേക്കാം. അപ്പൊ എന്നതുപോലെ റമളാൻ അവസാന ഭാഗത്ത് എനിക്ക് പുറത്ത് കിട്ടാൻ ഒരു കോഡ് പറഞ്ഞതാണ്. ആര് പറയ കുട്ടി? ആര്? അപ്പൊ ഈ ആലിബാബയോട് ഈ കള്ളന്മാർക്കുള്ള ബാധ്യത എത്രയാണ്?
ഇതിപ്പോ കള്ളന്മാരെ പഠിപ്പിക്കാണ് ആലിബാബ തന്നെ. ഈ കള്ളന്മാരെ മെയിൻ കള്ളൻ ഇത് പഠിപ്പിക്കാണ്. ഇത് പിന്നെ ആലിബാബ കേൾക്കാണ്, പിന്നെ ആലിബാബയും പോയി പറയാണ്. അപ്പൊ ഇതൊരു കോഡാണ്. റമദാൻ അവസാനിക്കുമ്പോൾ പുറത്തു കിട്ടണം. നിങ്ങൾ കണ്ടതൊക്കെ പറഞ്ഞോളി, അപ്പൊ കണക്ക് കിട്ടിക്കോളും. അങ്ങനെയാണോ നബി പറഞ്ഞത്? പറയാ. അപ്പൊ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഞാൻ വേറൊന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ എന്ത്? അപ്പൊ അതിനൊരു കോഡുണ്ട്. റമദാൻ അവസാന ഭാഗം പുറത്തിട്ടാൻ തൗബ സ്വീകരിക്കാൻ ഒരു കോഡാണ്. എന്ത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഖലാസ്. അപ്പൊ നമുക്ക് ബാധ്യത ആരോടാ? റസൂലുള്ളാഹിനോട്. നമ്മളിങ്ങനെ ബാധ്യത്തൊക്കെ പുറത്തൊക്കെ കിട്ടി നബിൻ്റെ അടുത്തൊക്കെ പോയി നമ്മൾ നബിനെ ഒന്നും നോക്കാതെ നബി അപ്പുറത്തൊരു മൂല കുത്തിരിക്കുന്നുണ്ട്, നമ്മൾ സ്വർഗത്തിൻ്റെ പടിയൊക്കെ അങ്ങനെ ചവിട്ടിയെടുക്കാരിയിട്ട് ഒറ്റ പോക്ക്. അത് നബി ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, നയിച്ചത് നമ്മളല്ലേ, അങ്ങനെ പറയാലോ. നിങ്ങൾക്ക് ഇപ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയാം. നിങ്ങൾക്ക് ഒരു മിനിറ്റ് വരെ ചിലവില്ല. ഞങ്ങളിത് 10 നിങ്ങൾ ഒരു 5-8 റമദാൻ കഴിഞ്ഞപ്പോൾ മൊഫാത്തായി പോവുകയും ചെയ്തു. ഞങ്ങൾക്കാകട്ടെ 10-70 റമദാന് അതിലൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാട്, തൊള്ളിയിലൊരു ഒരു മുറുക്ക് വെള്ളമില്ലാതെ ആജാതി വേനലിൻ്റെ ചൂട്. ആ കാലത്താണ് ഞങ്ങൾ ഈ അല്ലാഹുമ്മ ഇന്നക അഫൂൻ ഞങ്ങൾക്ക് പറയാൻ. ഞങ്ങൾക്കിപ്പോൾ ഒരു വട്ടം പറഞ്ഞ പണിയല്ലേ ഉള്ളൂ. എന്നാൽ ഇജാണ് സന്ന സ്വർഗത്തേക്ക് ഉണ്ടാക്കുക. ഇജങ്ങനെ മാളേക്കൊക്കെ അങ്ങനെ ബൂട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ചവിട്ടി അങ്ങനെ പോവുക. മാസം കാണുമ്പോഴത്തേനും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മനസ്സറിന് ചെല്ലിക്കൂളി. പിറ്റേന്ന് രാവിലെ ഇമാമ് മെഹ്റാബിൽ കയറി നിൽക്കുന്നത് വരെയുള്ള തെക്ബീറിന് കണക്കില്ല. ആ തെക്ബീറിന്റെ ഫളിൽ എന്താ ഫളില്? ആ രാത്രി റമളാനിൽ മൊത്തം ആളുകൾക്ക് അല്ലാഹ് പുറത്തു കൊടുത്തതിനേക്കാൾ ആളുകൾ ആ രാത്രി അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞില്ലേ? മനസ്സിലാണ്ട് പറഞ്ഞ അതൊരു കാര്യമല്ലേ, അത് പറഞ്ഞത് റസൂലല്ലേ. അപ്പൊ അവിടെ കാരണക്കാരൻ ആരാണ്? അപ്പൊ ആ രാത്രി ഒരു അല്ലാഹു അക്ബർ ചൊല്ലിയാ പോലെ അജ്ജ് ഇടക്കിടക്ക് എന്ത് ചെല്ലണം? സ്വലാത്തിലാണ്. ഞങ്ങൾ ഇതെനക്ക് കിട്ടിയല്ലോ, ഇത് റസൂൽ പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എവിടെയും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൽബിയത്ത് 3 തൽബിയത്ത് ചൊല്ലിയാൽ ബാധ്യതയാണ് എന്തില്ല? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം. നോക്കി നിങ്ങൾ അല്ലെങ്കിൽ അപ്പുറത്ത് കിടക്കരുത്. തൽബിയത്ത് ഇല്ല സ്വലാത്തിൽ. സ്വലാത്തിന് ഈ സ്ഥലമല്ല എവിടെ. ഇനി ഒരു മനുഷ്യൻ തെൽബിയത്തന്നെ ഇല്ല, സ്വലാത്ത് മാത്രം ഇല്ലല്ലോ, അത് മതി. സെൽബിയത്ത് മാത്രമാണോ? മതിയാവില്ല. തെൽബിയത്ത് ഇല്ല, മതിയാവില്ല. എന്തെല്ലണം? പറയാ കുട്ടി, എന്തെല്ലണം? സ്വലാത്തിന്. ഒരാൾക്ക് തെൽബിയത്തന്നെ ഇല്ല, എന്താ ഇല്ലേ? ഇഹ്റാം ചൊല്ലിയിട്ട് ഇഹ്റാം ചെയ്തിട്ട് സ്വലാത്തേ ഇല്ലുള്ളൂ, മതിയങ്ങായി. കാരണം ആ തെൽബിയത്ത്, ആ സ്വലാത്തിന്റെ ഉള്ളിൽ തെൽബിയത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താ തെൽബിയത്ത്? അള്ളാഹ് ഉത്തരം ചെയ്യുക അല്ലേ? പറയാ തെൽബിയത്തിന്റെ അർത്ഥം എന്താ? പറയടാ, തെൽബിയത്തിന്റെ അർത്ഥം എന്താ? അള്ളാഹ് ഉത്തരം ചെയ്യുന്നല്ലേ അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു, അതല്ലേ നീ ചെയ്തത്? അപ്പൊ നീ ചെയ്ത ആർക്ക് ഉത്തരം കൊടുക്കലാണ്? അള്ളാഹ്. അവർക്ക് മനസ്സിലായില്ല. തെൽബിയത്ത് അടങ്ങിയിട്ടുണ്ട് എന്തില്? സ്വലാത്തിൽ. അള്ളാഹു വിളിച്ചതിന് ഉത്തരം കൊടുക്കാൻ നല്ലടാ തെൽബിയത്തിന്റെ അർത്ഥം. ആ തെൽബിയത്ത് എവിടെ ഉണ്ട്? സ്വലാത്തായ സ്ഥലത്തൊക്കെ തെൽബിയത്ത് തന്നെയാണ്. കാരണം യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ എന്റെ കൽപ്പനക്ക് ഉത്തരം ചെയ്തോളി, നീ നബിക്ക് സ്വലാത്ത് ചൊല്ലിക്കോളി എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് ആർക്ക് ഉത്തരം കൊടുക്കലാണ്? അള്ളാഹുക്കുള്ള തെൽബിയത്താണ്. അപ്പൊ ഒരാൾ ഇഹ്റാം ചെയ്ത് സ്വലാത്തേ ഇല്ലുള്ളൂ, മതി. അതേ സമയത്ത് ഒരാൾ ഇഹ്റാം ചെയ്തിട്ട് സ്വലാത്ത് ചെല്ലിയില്ല, മതിയാവൂല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? കാരണം ഇവിടെ മർമ്മം ആരാണ്? അതിന്റെ അപ്പുറഞ്ഞൊന്നുമില്ല, ഒന്നുമില്ല. പുണ്യ റസൂല, പുണ്യ മുഹമ്മദ് മുസ്തഫ.